വളരെ പ്രധാനമായ ഒരു ചോദ്യചിഹ്നം നമ്മുടെയൊക്കെ മുമ്പിൽ ഉയരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൽ കാണാനോ അനുഭവിക്കാനോ നമ്മൾക്കാർക്കും സാധിച്ചിട്ടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനും മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ ഫഇന്ന മുസാഹബത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫളീലത്തുൻ ലാ യുദ്രികുഹാ ഇല്ലാ മൻ അദ്റക. കിട്ടിയവർക്കല്ലാതെ കിട്ടാത്ത ഒരു വലിയ ഭാഗ്യമാണ് നബി തങ്ങളുടെ സഹവാസം എന്ന് പറയുന്നത്. ലോകത്തിൽ നമ്മൾ പറയുന്ന ഏറ്റവും വലിയ അതാരാവട്ടെ, സ്വഹാബത്തല്ലാതെ ഏറ്റവും സമുന്നതമായ ഒരു വലിയന്റെ പേര് നമ്മൾ പറഞ്ഞാലും ഏറ്റവും താഴെ കിടക്കുന്ന സ്വഹാബത്തിന്റെ സ്ഥാനം കഴിഞ്ഞിട്ടാണ് ആ വലിയന്റെ സ്ഥാനം. എന്തേ വ്യത്യാസം? നിബിതങ്ങളെ കണ്ടു എന്നതാണ്. നമ്മൾ പറയുന്ന അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ആവട്ടെ, അഹ്മദുൽ കബീർ റിഫായി തങ്ങളാവട്ടെ, ആ ഔലിയാക്കളുടെയൊക്കെ സ്ഥാനം കിടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും ചെറിയ സ്വഹാബിയുടെ തൊട്ട് താഴെയാണ്. നമ്മൾ ഇനി എത്ര ഇബാദത്ത് ചെയ്തിട്ട് സമുന്നതമായ സ്ഥാനത്തെത്തിയാലും നമ്മുടെ സ്ഥാനം കിടക്കുന്നത് ആ സ്വഹാബി എത്ര ഇബാദത്ത് ചെയ്തിട്ടില്ലാത്ത സ്വഹാബിയാണെങ്കിലും നബിതങ്ങളുടെ സ്വഹാബിയാണോ ആ സ്വഹാബിയുടെ പൊസിഷന്റെ തൊട്ട് താഴെയല്ലാതെ അതിന്റെ മുകളിലേക്ക് കയറാൻ നമുക്ക് കഴിയില്ല. ഇമാമിങ്ങൾ അറുത്തു മുറിച്ച് വ്യക്തമാക്കി ഗ്രന്ഥങ്ങളിൽ ശറഹ് മുസ്ലിമിലൊക്കെ ഇമാം നബവി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മളെ കൊണ്ട് നേടിയെടുക്കാൻ കഴിയില്ല. അത് അല്ലാഹു കൊടുത്ത ഒരു തൗഫീഖാണ്. അള്ളാഹു ചിലർക്ക് കൊടുത്ത ഒരു ഭാഗ്യമാണ്. നബിതങ്ങളുടെ കാലത്ത് ജനിക്കാനും ഹബീബായ നബിതങ്ങളെ കാണാനും നബിതങ്ങളുടെ സഹായികളാവാനും ആ അധ്യാപനം പഠിക്കാനും ഗുരുമുഖത്ത് നിന്ന് പാഠം നുകരാനും ഒക്കെ വലിയൊരു ഭാഗ്യം അവർക്കൊക്കെ ഉണ്ടായി. പക്ഷേ അവിടെ നമ്മുടെ മുമ്പിലുള്ള ഒരു വഴിയുണ്ട്. മുറാഫഖത്തുൻ നബിയ്യി ഫിൽ ആഖിറ, പരലോകത്ത് റസൂലുള്ളാഹിന്റെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടുന്ന 5 പേരെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതാര് പറഞ്ഞതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതാണ്. ദുനിയാവിൽ നമുക്ക് കിട്ടാത്ത ഭാഗ്യമാണ്, ആഖിറത്തിൽ നമ്മൾ പണിയെടുത്ത് നേടേണ്ട ഭാഗ്യമാണ്. മുറാഫഖത്തുൻ നബിയ്യി ഫിൽ ആഖിറ, പരലോകത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ, സ്വർഗ്ഗലോകത്ത് ഹബീബിന്റെ കൂടെ ഇരിക്കാൻ ഭാഗ്യമുള്ളവരാരാണ്? മഹാനായ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു പറയാൻ, കുന്തു ആതി റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാജതിഹി വവളൂഇഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വുളൂ എടുക്കാനുള്ള വെള്ളവും പിടിച്ച് കുന്തു അബീതു മഅ റസൂലില്ലാഹ്, ഞാൻ നബി തങ്ങളുടെ വാതിൽക്കൽ ഇങ്ങനെ കാവൽ നിന്നു. നബി തങ്ങൾ ഉറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന വീടിന്റെ വാതിൽക്കൽ വുളൂ എടുക്കാൻ തഹജ്ജുദിന് എണീക്കും നബി തങ്ങൾ. എപ്പോഴാണ് എണീക്കുക എന്ന് പറയാൻ കഴിയില്ല. രാത്രിയുടെ ഏത് യാമത്തിലാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി നബി തങ്ങൾ എണീക്കാൻ എനിക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അപ്പൊ വുളൂ എടുക്കാനുള്ള വെള്ളവും പിടിച്ചിട്ട് നബി തങ്ങളുടെ ആ വീടിന്റെ വാതായനത്തിൽ ഞാൻ ഇങ്ങനെ കാത്തു നിന്നു. രാത്രിയേറെ മയങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാതിൽ തുറന്നു. തണുപ്പുള്ള രാത്രിയിൽ നബി തങ്ങൾക്ക് വുളൂ എടുക്കാനുള്ള വെള്ളവുമായി വാതിൽക്കൽ നിൽക്കുന്ന എന്നെ കണ്ടപ്പോ നബി തങ്ങൾക്ക് എന്നോട് വല്ലാത്ത സ്നേഹം തോന്നി. എന്നോട് പറഞ്ഞു, സല്ലിയാ റബിയ, റബിയ, എന്താഗ്രഹം ഉണ്ടെങ്കിലും ഇപ്പൊ എന്നോട് ചോദിച്ചോളൂ. എന്താഗ്രഹമുണ്ടോ? സല്ലിയാ റബിയ, റബിയ, എന്താഗ്രഹം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചോളൂ. റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു പറയാൻ, എന്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ മിന്നിമറയാൻ, പക്ഷെ ഞാൻ അതൊന്നും പറഞ്ഞില്ല. എനിക്ക് ഏറ്റവും പ്രധാനമായ ഒരാഗ്രഹം പറഞ്ഞു. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയേ, ഒരാഗ്രഹം, അങ്ങയോടുകൂടെ സ്വർഗ്ഗത്തിൽ ഇരിക്കണം നബിയേ. ഇവിടെ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ, പക്ഷേ സ്വർഗത്തിൽ എവിടെയാ ഞാൻ ഉണ്ടാവും അറിയില്ല. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്, സ്വർഗത്തിലും അങ്ങയുടെ കൂടെ ഇരിക്കണം. കൂട്ടരെ, ദുനിയാവിൽ അനുഭവിച്ചവരൊക്കെ ഹബീബിനോട് പറഞ്ഞതും അതാണ്, ആഖിറത്തിലും അങ്ങയെ അനുഭവിക്കാൻ പറ്റണം. അപ്പൊ എത്ര മനോഹരായിരിക്കും നബിതങ്ങളുടെ ആ ജീവിതം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ, കൂടെ ഇരിക്കണം സ്വർഗത്തിൽ അങ്ങയോട് കൂടെ. അപ്പൊ പറഞ്ഞു, അതല്ലാത്ത വല്ലതെങ്കിലും ചോദിച്ചുകൂടെ? സ്വർഗമല്ലാത്ത വല്ലതും എന്നോട് ചോദിക്കൂ.
അപ്പൊ പറയാൻ അല്ല, സ്വർഗമല്ല നബിയെ, സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ ഇരിക്കണം. അതാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞൊരു മറുപടി, സ്വർഗത്തിൽ എന്റെ കൂടെ വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ റബിയ സുജൂദിനെ അധികരിപ്പിക്കണം. നമുക്ക് നിസ്കാരത്തിലല്ലാതെ സുജൂദില്ല. പിന്നെയുള്ളത് ശുക്റിന്റെ സുജൂദാണ്, പിന്നെയുള്ളത് തിലാവത്തിന്റെ സുജൂദാണ്. അതല്ലാത്ത സുജൂദുകളൊക്കെ നിസ്കാരത്തിന്റെ ഇടയിലാണ് നമ്മൾ നിർവഹിക്കുക. അപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം സുന്നത്തുകൾ അധികരിപ്പിച്ചാൽ, സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിച്ചാൽ നബി തങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്താമെന്നാണ്. സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിച്ചാൽ എന്റെ കൂടെ സ്വർഗത്തിൽ വരാം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ബിലാൽ തങ്ങളോട് നബി തങ്ങൾ ഒരിക്കൽ ചോദിക്കണ്ടായി, യാ ബിലാൽ അഖ്ബിർനി ബിഅഅലാ അമലിൻ തഅമലു, ബിലാലേ നിങ്ങൾ ചെയ്യുന്ന വലിയ അമലേതാണ്? അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെടാൻ, ആബിദീങ്ങളുടെ നേതാവ്, സാഹിദീങ്ങളുടെ നേതാവ്, പരിത്യാഗികളുടെ നേതാവ്, ഉമ്മത്തിന്റെ വഴികാട്ടി, അവിടെ ഒരു പാവപ്പെട്ട അടിമയായ ബിലാൽ എന്നവരോട് ചോദിക്കാൻ, ബിലാലെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ അമൽ എന്താണ്? അപ്പൊ ബിലാൽ തങ്ങൾ തിരിച്ചു വയ്ക്കാൻ, എന്താണ് നബിയെ നിങ്ങൾ ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാനുള്ള കാര്യം? ബിലാലെ, സ്വർഗത്തിൽ ഞാൻ ചെന്നപ്പോൾ, മിഅ്റാജിന്റെ രാത്രിയിൽ സ്വർഗത്തിൽ ഞാൻ ചെന്നപ്പോൾ എന്റെ മുമ്പിലൂടെ അങ്ങയുടെ കാലടിപ്പാടിന്റെ ശബ്ദം ഞാൻ കേട്ടപ്പോൾ ജിബ്രീൽ എന്നോട് പറഞ്ഞതാണ്, നബിയെ ബിലാൽ എന്നവരുടെ കാലടിപ്പാടിന്റെ ശബ്ദമാണത്. വരാനിരിക്കുന്ന ബിലാലിനെ പ്രതീകാത്മകമായി സ്വർഗത്തിൽ അവതരിപ്പിച്ച മഹാത്മാവ് തിരിച്ചു വന്നിട്ട് ചോദിക്കാൻ, ബിലാലെ സ്വർഗത്തിൽ ചെന്നപ്പോ നിങ്ങളുടെ കാലടിപ്പാടിന്റെ ശബ്ദം ഞാൻ അവിടെ കേട്ടിരുന്നു, എന്ത് അമലാ ബിലാലെ നിങ്ങൾ ചെയ്യാറുള്ളത്? നബിയെ, അങ്ങനെ വലിയ അമലൊന്നും എന്റെ കയ്യിലില്ല, പക്ഷെ ഇതാ തവല്ലതു, ഞാൻ വുളു എടുത്താൽ സ്വല്ലൈതു റകഅത്തൈൻ, 2 റകഅത്ത് നിസ്കരിക്കുന്നു. എപ്പോ വുളു എടുത്തോ 2 റകഅത്ത് നിസ്കരിക്കാത്ത ഒരു വുളു എനിക്കില്ല നബിയെ. അതേ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു അമലുള്ളൂ. അത് തന്നെയാണ് ബിലാലെ, എന്റെ മുമ്പേ ഞാൻ സ്വർഗത്തിലെത്തിയപ്പോൾ അങ്ങയുടെ കാലടിപ്പാടിന്റെ ശബ്ദം ഞാൻ അവിടെ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സുന്നത്തു നമസ്കാരങ്ങൾ, വുദൂഇന്റെ സുന്നത്ത്, ദുഹാ നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം, 22 സുന്നത്തുകൾ, 22 റക്അത്ത് സുന്നത്തുണ്ട് 5 വക്ത് നമസ്കാരങ്ങളുടെ കൂടെ. ഇതൊക്കെ 5 വക്ത് നമസ്കരിക്കുന്നവരോട് പറയാൻ ഉള്ളതാണ്. 5 വക്ത് തന്നെ നിസ്കരിക്കാൻ മടിയുള്ള ആളുകളുണ്ട്, അവരോട് എന്തു പറയാൻ? മുഅ്മിനീങ്ങളെ, നബി തങ്ങളുടെ മുറാഫഖത്ത് കിട്ടാനുള്ള ഒന്നാമത്തെ വഴി റബീഅ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്, അഇന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്, സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക എന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തെ കാര്യം, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണിത്. അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാൽ, ജാബിർ എന്നവർ ഉദ്ധരിക്കുകയാണ്, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ട് ഈ ഹദീസ്. എന്താ പറയുന്നത്? ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ, നിങ്ങളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി പറയാൻ, നമ്മളെ കുറിച്ച് നമ്മളോട് അഭിമുഖീകരിച്ച് പറയാൻ, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ, നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണെന്നറിയോ? വഅഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല എന്റെ തൊട്ടടുത്തിരുത്തുന്നത് ആരെയാണെന്നറിയുമോ എന്ന് നബി തങ്ങൾ ചോദിക്കാൻ. 1 വട്ടമല്ല, 2 വട്ടമല്ല, 3 വട്ടം ചോദിക്കാൻ. സഹാബത്തിന് അറിയാൻ നബി തങ്ങൾ ഇത് പറയും എന്ന് അറിയുന്നത് കൊണ്ടാണ് അവർ പിന്നെയും നബി തങ്ങളോട് അങ്ങോട്ട് ചോദിക്കാത്തത്. നബി തങ്ങൾ പറയാൻ, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ, നിങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെന്നറിയോ? വഅഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ? ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരും നബിയെ, ആരാണത്? എന്തൊരു സൗഭാഗ്യമായിരിക്കും അല്ലേ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാവുക. മാത്രമല്ല, നബി തങ്ങളുടെ തൊട്ടടുത്ത് ഖിയാമത്ത് നാളിൽ ചെന്നിരിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത് ആരായിരിക്കും? എന്തായിരിക്കും റസൂലുള്ളാഹി പറയാം? നിങ്ങളൊക്കെ മനസ്സിലെന്താ? എന്തായിരിക്കും റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടാവുക? ഇമാം തുർമുദി ഉദ്ധരിക്കാൻ, ജാബിർ റളിയല്ലാഹു അൻഹു പറയാൻ, നബി തങ്ങൾ പറഞ്ഞു, അഹാസിനുക്കും അഖ്ലാഖാ, എന്റെ അടുത്തിരിക്കണോ ഖിയാമത്ത് നാളിൽ ഏറ്റവും സംശുദ്ധരായ സ്വഭാവക്കാർ, നിങ്ങളിൽ ഏറ്റവും സംശുദ്ധരായ സ്വഭാവക്കാരാണ് എന്റെ കൂടെ നാളെ ഖിയാമത്തിൽ ഉണ്ടാവാൻ. കൂട്ടരെ, എന്തിനാ നമ്മളൊക്കെ പിണങ്ങിയത്? ബാപ്പാനോട് മിണ്ടാതായത് എന്തിനാണ്? ജ്യേഷ്ഠൻ അനുജൻ പിണങ്ങി നിൽക്കുന്നത് എന്തിനാണ്? കുടുംബക്കാര് പിണങ്ങിയത് എന്തിനാണ്? ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ നിന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എത്രേ കുടുംബ ബന്ധം വിച്ഛേദിച്ചവരൊക്കെ ഇവിടുന്ന് എണീറ്റ് പോണത്.
കുടുംബ ബന്ധം വിച്ഛേദിച്ചവരുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എണീറ്റുമോ എന്റെ സദസ്സിൽ ഇരിക്കണ്ട. ഒരാൾ എണീറ്റ് അപ്പം ഇറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോ അയാൾ തിരിച്ചു വന്നു. എന്നിട്ട് അവിടെ തന്നെ ഇരുന്നു. നബി തങ്ങൾ ചോദിച്ചു, എങ്ങോട്ടാ പോയത്? അയാൾ പറഞ്ഞു, നബിയെ, കുടുംബ ബന്ധം ഛേദിച്ചവരുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കണ്ട എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്റെ എളാമയെ ഓർമ്മ വന്നു. എളാമയോട് ഞാൻ മിണ്ടാറില്ല. എന്റെ ഉമ്മയുടെ സഹോദരിയോട് ഞാൻ പിണങ്ങിയിട്ട് നാളുകളായി. ഞാൻ ആ വീട്ടിലേക്ക് ചെന്നു നബിയെ. ഞാൻ അവിടെ സലാം പറഞ്ഞു. അവരെന്നെ സ്വീകരിച്ചു. അവർക്ക് എന്തൊരു ഇഷ്ടമായെന്നോ. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ അവരെന്നെ സ്വീകരിച്ച് വല്ലാതെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്ത് എന്നെ സ്നേഹത്തോടെ പറഞ്ഞ് എന്നോട് ചോദിച്ചു, നീ എന്തിനാ വന്നത്? റസൂലുള്ള പറഞ്ഞയച്ചതാ, കുടുംബ ബന്ധം നന്നാക്കാൻ വേണ്ടി വിട്ടതാന്ന് പറഞ്ഞു. അപ്പൊ എളാമാക്ക് വല്ലാത്ത സന്തോഷം. നബിയെ എന്നെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ ചുടുചുംബനം തന്നിട്ടാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഞാൻ ആ കുടുംബം ഒന്ന് നന്നാക്കിയിട്ടുണ്ട്. നബി തങ്ങൾ അങ്ങ് പുഞ്ചിരിച്ചു. സ്വഭാവം നന്നാക്കാനും സ്വഭാവം നല്ലത് പഠിപ്പിക്കാനുമാണ് എന്നെ പറഞ്ഞേക്കപ്പെട്ടത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ സർട്ടിഫിക്കറ്റ്, അല്ലാഹു കൊടുത്ത സർട്ടിഫിക്കറ്റ്, മനോഹരമായ, വേറെ ആരുമല്ല, പ്രൊഡക്ഷൻ നടത്തിയ കമ്പനി നൽകുന്ന സർട്ടിഫിക്കറ്റാണ്. എന്താണ് ആ സർട്ടിഫിക്കറ്റ്? അല്ലാഹ് പറയാൻ, മുത്തനബിയെ, അങ്ങയുടെ സ്വഭാവം ഏറ്റവും മഹോന്നതമാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കണം. സ്വഭാവം നശിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്, അല്ലെ? 72 ദിവസം ഒരു മനുഷ്യൻ ആരും അല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് മനാഫ് എന്ന് പറയുന്ന ഒരു പേര് ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ കേൾക്കുന്നുണ്ടെങ്കിൽ എന്തിന്റെ പേരിലാണ്? അർജുൻ എന്ന് പറഞ്ഞ മറ്റൊരു മതസ്ഥനാണ്. കേവലം തന്റെ വാഹനങ്ങളിൽ ഏതോ ഒരു ഭാരത് ബെൻസിന്റെ ലോറി, ഒരുപാട് ലോറികളിൽ ഒന്ന് ഡ്രൈവ് ചെയ്യുന്ന ഏതോ ഒരു ഡ്രൈവറാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തിന്റെ അമ്മക്ക് കൊടുത്തൊരു വാക്കുണ്ട്, അമ്മേ, അർജുന്റെ ശരീരം ഗംഗാവാലി പുഴയിൽ നിന്ന് തിരിച്ചെടുക്കാതെ ഞാൻ അങ്ങോട്ട് വരില്ല, അവനെ കൊണ്ടേ ഞാൻ വരൂന്ന അമ്മയോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 72 ദിവസം എന്നല്ല, ഒരു കൊല്ലം ഇവിടെ ചിലവഴിക്കേണ്ടി വന്നാലും അവനെ കൊണ്ട് മടങ്ങിപ്പോകുന്ന എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. മനാഫിനെ കൊണ്ട് അത് പറയിപ്പിച്ചൊരു സ്നേഹല്ലേ? അതൊക്കെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സ്നേഹമാണ്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത്, മൊബൈൽ ഗെയിമുകൾ മാത്രം കണ്ട് വളരുന്ന ഒരു കാലത്ത്, ഇങ്ങനെയുള്ള പാരസ്പര്യത്തിന്റെ സ്നേഹമൊന്നുമില്ലാത്ത കാലത്ത് പ്രകാശിപ്പിക്കപ്പെടേണ്ട, മക്കൾക്കിടയിലേക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു സ്നേഹത്തിന്റെ പാഠമാണത്. പ്രിയപ്പെട്ടവരെ, അല്ലേ? നിന്നെ ജനിപ്പിച്ച പിതാവ് നിനക്കാരുമല്ല. പുതിയ ലിബറലിസത്തിന്റെ ചിന്താഗതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാപ്പക്കും ഉമ്മായോടും നമുക്കെന്ത് കടപ്പാടാണുള്ളത്? പുതിയ ചിന്താഗതി ചോദിക്കാൻ, നിന്റെ ബാപ്പയോട് ഉമ്മയോട്, മോനെ നിനക്കെന്ത് കടപ്പാടുണ്ട്? അവരവരുടെ ആഗ്രഹം തീർത്തതാണ്. ഇപ്പോഴത്തെ പുതിയ സൈക്കോളജി പറഞ്ഞുകൊണ്ടിരിക്കുന്ന രൂപമാണ് ഇതൊക്കെ. ലിബറലിസത്തിന്റെ പുതിയ ആശയാണ് ഇത്. നിന്റെ ഉമ്മയും ബാപ്പയും അവരുടെ ശാരീരികമായ താല്പര്യം തീർത്തപ്പോ എങ്ങനെയോ ജനിച്ചുണ്ടായ നീയും നിന്റെ ബാപ്പയും തമ്മിൽ നിന്റെ ഉമ്മയോട് എന്ത് കടപ്പാട്? അവരവരുടെ ആഗ്രഹം തീർത്തതാണ്. സുബ്ഹാനല്ലാഹ്. അതല്ല മോനെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഗംഗാവാലി പുഴയുടെ അടിയിൽ നിന്ന് 72ാമത്തെ ദിവസം അങ്കോളയിലെ ശിരൂരിൽ നിന്ന് ആ ലോറി, ആ ട്രക്ക് എടുത്ത് അതിന്റെ ക്യാബിൻ പൊളിച്ച് നീക്കം ചെയ്തപ്പോ അതിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു ലോറി ഉണ്ടായിരുന്നു. എന്തിനു കൊണ്ടുപോയതാ? ഒരു പിതാവ് മകന്റെ കയ്യിൽ നിന്ന് വാങ്ങി അതിൽ വെച്ചതാ. എപ്പോ പിതാവ് വരുന്നോ ആ വണ്ടി കുഞ്ഞിക്ക് കളിക്കാൻ വേണ്ടി കൊടുക്കും കുഞ്ഞിന്റെ കയ്യിൽ. എപ്പോ അവിടെ നിന്ന് പോകുന്നോ മകന്റെ ഓർമ്മക്ക് വേണ്ടി ആ പിതാവ് വാഹനത്തിന്റെ ആ ബോണറ്റിൽ കയറ്റി വെക്കുന്നു. സ്നേഹം അങ്ങനെയാണ്. അതൊന്നും വായിക്കാൻ കഴിയില്ല. ഭൗതികമായ ലിബറലിസത്തിന്റെ കണ്ണുകൊണ്ട് സ്നേഹമൊന്നും വായിക്കാൻ കഴിയില്ല. ഇന്നലെയും ആ ക്യാബിന് മുഴുവൻ വെട്ടിപ്പൊളിച്ച് തന്റെ പ്രിയപ്പെട്ടവന്റെ എല്ലാം തെരഞ്ഞെടുക്കപ്പെട്ടു. അവസാനം കിട്ടിയത് ആ ഒരു ലോറിയാണ്, ഒരു കുഞ്ഞു ലോറി. ആ കുഞ്ഞു ലോറി തന്റെ മകന്റേതാണ്. കൂടെയുള്ളവര് പറയാൻ, അനുഭവസ്ഥര് പറയാൻ, അത് ആ മകന്റെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചതാണപ്പ, കുട്ടിയുടെ ഓർമ്മക്ക്. ഒരു പിതാവ് അധ്വാനിക്കുന്നത് പോലും മക്കളെ, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ പുതിയ ചിന്താഗതിക്ക് കഴിയാത്തത് എന്താ? രാത്രി ഉറക്കോളം ആ മനുഷ്യൻ കണ്ണിമ വെട്ടാതെ വാഹനം ഓടിച്ചത് എന്റെ കുഞ്ഞ് എന്ന ഓർമ്മയിൽ ആ ക്യാബിന്റെ പുറത്ത് കയറ്റി വെച്ച മനോഹരമായ ലോറി തന്റെ കുഞ്ഞിന്റെ ഓർമ്മയാണ്. ഓരോ പിതാവിനെയും അങ്ങനെ മുന്നോട്ട് പോവാൻ പ്രേരിപ്പിക്കുന്നത്, അധ്വാനിക്കാൻ പ്രേരിപ്പിക്കുന്നത് മക്കളെ നിങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ പുതിയ അധ്യാപനത്തിന് കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു പോയിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, നബി തങ്ങൾ പറയാൻ, എന്റെ കൂടെ ഇരിക്കണോ നിങ്ങൾക്ക്? എന്റെ കൂടെ ഇരിക്കണോ നിങ്ങൾക്ക്? ഖിയാമത്ത് നാളിൽ അഹാസിനുകും അഖ്ലാഖ, സൽസ്വഭാവികൾക്ക് എന്റെ കൂടെ ഇരിക്കാൻ കഴിയുള്ളൂ. നബിയുനാ റസൂലുള്ളാഹി. നബി തങ്ങൾ പറഞ്ഞു, വ ഇന്ന മിൻ അബ്ഗദികും ഇലയ്യ, നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ളയാണ്.
നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ളയാൾ, ഈ പ്രസംഗിക്കുന്ന ഞാനടക്കം, ഇരിക്കുന്ന നിങ്ങളടക്കം മുത്തുനബിക്ക് വെറുപ്പുള്ള ആളാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ ഈ ഹദീസിന്റെ ബാക്കി കേട്ടോളൂ. ഇന്ന മിൻ അബഗദികും ഇലയ്യ, എനിക്ക് ഏറ്റവും വെറുപ്പുള്ളയാൾ, വഅബ്അദികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നെ കാണാൻ പോലും അനുവദിക്കാതെ അല്ലാഹു ദൂരത്ത് കൊണ്ടുപോയി നിർത്തുന്ന ആളുകൾ അൽ മുതകബ്ബിറൂൻ, അഹങ്കാരികളാണ്. അല്ലാഹു അടുപ്പിക്കൂലങ്ങളെ, എന്റെ അടുത്ത് അടുപ്പിക്കൂലങ്ങളെ, കൊണ്ടുവരാൻ കഴിയില്ല. ഞാൻ അങ്ങോട്ട് പോയിമുണ്ടേ, ഇങ്ങോട്ട് വരണ്ടോനല്ലേ, ഞാൻ ഓന്റെ ഏട്ടനല്ലേ, ഇങ്ങോട്ടല്ലേ വന്ന് സലാം പറയേണ്ടത്, ഞാൻ അങ്ങോട്ട് പോയിമുണ്ട്, ഞാൻ അങ്ങോട്ട് പോയിട്ട് പിണക്കം തീർക്കേ, ഞാനാരാ? ഈ അഹങ്കാരമൊക്കെ എത്ര കാലം നമ്മൾ കൊണ്ടു നടക്കും പ്രിയപ്പെട്ടവരെ. എത്ര പിണക്കങ്ങൾ, അയൽപ്പക്ക ബന്ധങ്ങൾ എല്ലാം തകർന്നു കിടക്കാൻ ഒക്കെ നന്നാക്കുന്നിടത്തേ നമുക്ക് സുന്നത്ത് റസൂലുള്ളാഹ് എന്ന് പറയാൻ പറ്റുള്ളൂ. റസൂലുള്ളാഹിന്റെ കൂടെ നിൽക്കണോ ഖിയാമത്ത് നാളിൽ? അഹങ്കാരം ഖൽബിലുണ്ടെങ്കിൽ പറ്റൂലേ? മൂന്നാമത്തെ കാര്യം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, അനാ വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹകദാ. മഹാനായ സഹൽ ഇബ്നു സഅദ് അസ്-സാഇദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, അനാ വകാഫിലുൽ ജന്നതി അന വകാഫിലുൽ യതീം ഫിൽ ജന്നതി ഹകദാ. ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവനും നാളെ ഖിയാമത്ത് നാളിൽ ഇങ്ങനെയാണ്. ഫഫറഖ ബൈന സബ്ബാബതി വൽ വുസ്ത, ആംഗി കാണിക്കാൻ പാടില്ല എന്നാണ് നബി തങ്ങളുടെ ഹദീസ് പറയുമ്പോൾ. കാരണം നബി തങ്ങൾ എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്തതെന്ന് നമുക്കറിയില്ല. ഹദീസിൽ ഇങ്ങനെയാണ്, ഫഫറഖ ബൈന സബ്ബാബതി വൽ വുസ്ത, നബി തങ്ങളുടെ ചൂണ്ടുവിരലിന്റെയും നടുവിരലിന്റെയും ഇടയിൽ നബി തങ്ങൾ ഒരൽപ്പം ഇങ്ങനെ വിടവ് കാണിച്ചിട്ട് പറഞ്ഞു, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹകദാ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവരും അനാഥനെ സംരക്ഷിക്കുന്നവരും ഖിയാമത്ത് നാളിൽ ഇങ്ങനെയാണ്. ബാപ്പയില്ലാത്ത കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, ഉമ്മയില്ലാത്ത കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, ബാപ്പയില്ലാത്ത കുഞ്ഞുങ്ങൾ, അനാഥരായി പോയ മക്കൾ, ജീവിക്കാൻ പ്രയാസപ്പെടുന്ന കുഞ്ഞുമക്കളെ ചേർത്തു പിടിക്കാനും സഹായിക്കാനും മനസ്സുള്ള ആളുകൾ ഖിയാമത്ത് നാളിൽ നബി തങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ കാര്യം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, പെൺകുട്ടികളുടെ ബാപ്പമാർ, പെങ്ങന്മാരുടെ ആങ്ങളമാർ സന്തോഷിപ്പിക്കുന്ന ഒരു വർത്താനാണത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുകയാണ്, മൻ കാന ലഹു ബിൻതാനി ഔ ഉഖ്താൻ, നിങ്ങളിൽ ആർക്കെങ്കിലും രണ്ട് പെൺമക്കളോ രണ്ട് പെങ്ങന്മാരോ ഉണ്ടായാൽ, ഫഅഹ്സന ഇലൈഹിമാ, എന്നിട്ട് അവരോട് നല്ലപോലെ പെരുമാറുകയും അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന കാലത്തോളം അവരെ നല്ലപോലെ പരിപാലിക്കുകയും ചെയ്യാൻ, ജിഅ്തു അന വഹുവ കഹാതൈനി യൗമൽ ഖിയാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഖറന ബൈന അസാബിഇഹി, നബി തങ്ങൾ രണ്ട് വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഞാനും അവനും നാളെ ഖിയാമത്ത് നാളിൽ ഇങ്ങനെയാ വരിക. രണ്ട് പെൺമക്കളെ പോറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മനുഷ്യൻ സ്ത്രീകളോട് ആദരവ് കാണിക്കാത്ത ആളാണ്, പെൺകുട്ടികളോട് അനാദരവ് കാണിച്ച മനുഷ്യനാണ് എന്നൊക്കെ ലോക ചരിത്രത്തിൽ ചിലരൊക്കെ പകർത്താൻ ശ്രമിച്ച നേതാവിന്റെ അധ്യാപനമാണ് പറയുന്നത്. നിങ്ങൾക്ക് രണ്ട് പെൺമക്കളുണ്ടായാൽ, നിങ്ങൾക്ക് രണ്ട് പെങ്ങന്മാരുണ്ടായാൽ, ആ രണ്ട് പെങ്ങന്മാരെ അല്ലെങ്കിൽ രണ്ട് പെൺമക്കളോട് നല്ലപോലെ പെരുമാറി അവരെ കല്യാണം കഴിച്ചു വിടുന്നത് വരെ അവർക്ക് വേണ്ടി പരിശ്രമിച്ച അധ്വാനിച്ച ചെറുപ്പക്കാരോട്, സഹോദരങ്ങളോട്, പിതാക്കന്മാരോട്, ആങ്ങളമാരോട് ഹബീബായ നബി തങ്ങൾ പറയാൻ, അവനും വഅന, ഞാനും വരുന്നത് കഹാതൈൻ, ഈ രണ്ട് വിരല് പോലെയാണ്, വഖറന ബൈന അസാബി, എന്നിട്ട് ആ രണ്ട് വിരൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. മുഅ്മിനീങ്ങളെ, എത്രത്തോളം മഹത്തരമായ ഒരു ദറജയാണ് ചെറിയ ഒരു അമല് കൊണ്ട് നേടാൻ കഴിയാൻ. അവസാനത്തെ ഒരു ഹദീസ് കൂടി പറയാൻ, ഒരാൾ വന്നു നബി തങ്ങളുടെ അടുക്കലെ, നബിയെ, കാര്യമായിട്ട് അമലൊന്നുമില്ല, ഒന്നും എടുത്തു പറയാൻ കൂടുതലൊന്നുമില്ല, പക്ഷെ അങ്ങയോട് കൂടെ ഉണ്ടാവണം എന്നതാണ് എൻ്റെ ആഗ്രഹം സ്വർഗത്തിൽ. നബി തങ്ങൾ പറഞ്ഞു, നീ എന്താ സ്വർഗത്തിലേക്ക് മാറ്റിവെച്ചത്? എന്താ നീ ചെയ്തിട്ടുള്ളത്? വലിയ അമല് വല്ലതും ഉണ്ടാവും? നബി തങ്ങൾ പറഞ്ഞു, നബി തങ്ങളോട് ആ മനുഷ്യൻ പറയാൻ, എനിക്ക് ഒരുപാട് നോമ്പിന്റെയോ നിസ്കാരത്തിന്റെയോ ഒന്നും കഥ പറയല്ല, ഫർദൊക്കെ ഇങ്ങനെ എടുത്തു പോണു എന്നല്ലാതെ സുന്നത്തുകളൊന്നും കൂടുതൽ എടുത്തു പറയല്ല. പക്ഷേ വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂല, നബി നിങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഹബീബെ നിങ്ങളോട് എനിക്ക് വലിയ ഇഷ്ടമാണ് എന്നാ മനുഷ്യൻ പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, അൻത മഅ മൻ അഹ്ബബ്ത, എന്നാ നിനക്ക് എന്റെ കൂടെ നാളെ സ്വർഗത്തിൽ വരാം. അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇസ്ലാമിൽ വന്നതിന് ശേഷം ഞാൻ ഇത്ര സന്തോഷിച്ച ഒരു ഹദീസ് വേറെ ഉണ്ടായിട്ടില്ല. കാരണം എന്താ അറിയോ, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് റസൂലുള്ളാഹിനെയാണ്, പിന്നെ സിദ്ദീഖിനെയാണ്, പിന്നെ ഉമറുൽ ഫാറൂഖിനെയാണ് റളിയല്ലാഹു അൻഹു. അവരോടുകൂടെ സ്വർഗത്തിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
മുഅ്മിനീങ്ങളെ, അങ്ങനെ ഒരു സ്നേഹം നമ്മുടെ കൽബിൽ തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആ ഒരു സ്നേഹം നമ്മുടെ കൽബിലുണ്ടോ? അവരോട് കൂടെ സ്വർഗത്തിലെത്താം. അള്ളാഹു നമുക്ക് ഭാഗ്യം ചെയ്യട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ.